വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കടായിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനാവശ്യമായിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 500 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരളവ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. പേസ്റ്റ് പറഞ്ഞാൽ ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട്. ബീഫ് നന്നായിട്ട് വേവണം, നല്ല ഈ കടായിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 6 വിസിലും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് ഈ ബീഫ് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു മസാല പൗഡർ തയ്യാറാക്കാനുണ്ട്. അതിനാവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മല്ലി, 4 വറ്റൽമുളക്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ജാതിക്കൻ്റെ ഒരു ഭാഗം, 4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് കുരുമുളക്, 5 ഏലക്കായ, ഒരു മീഡിയം സൈസിലുള്ള കറുവപ്പട്ട. ഇത്രയും സാധനങ്ങളാണ് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു കടായിലിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുളക് മാത്രം ഒന്ന് എടുത്തിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അത് ചൂടായതിന് ശേഷം ബാക്കിയുള്ള എല്ലാതും കൂടി ഒന്ന് ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ബേ ലീഫിനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല പൗഡർ ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഈ കടായിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബീഫിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ പൊരിച്ചെടുക്കണില്ല, ശരീരത്തിലേക്ക് ഒരുപാട് ഓയിലി ആവണ്ട എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ചോപ്പറിൽ ഒരു വലിയൊരു സവാള എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് എന്ന് വരണം. ഉള്ളിന് നന്നായിട്ട് കുഴഞ്ഞ ആ രൂപത്തിൽ തന്നെ ആവണം. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതേപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് വലിയൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴുത്ത ഉണ്ടെങ്കിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് തക്കാളി ഉള്ളിയും വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂണ് ആ ഒരു മസാല പൗഡർ, നമ്മൾ പൊടിച്ച് വെച്ച മസാല പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ കളറൊന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക്
വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ടൈമിൽ നിങ്ങൾ പൊരിച്ചിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം വറ്റിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബീഫിലേക്ക് നമ്മൾ ഈ മസാലപ്പൊടിയും ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള അതൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ എരിവിൻ്റെ പോരായ ഉണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ആണ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ 1.5 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലക്ക് ഒരു കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ തോനെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ കടായി ഇവിടെ സെർവ് ചെയ്യുന്നത് കുബൂസിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഒരു കടായി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്